ഹലോ. അപ്പോൾ ഇന്ന് ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. കാരണം ഞങ്ങളിവിടെ തൊട്ടടുത്താണ് പോകുന്നത്, ഹോളണ്ട് വില്ലേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കിന്ന് ഭയങ്കര പണിയായിരുന്നു, ഒരുപാട് പണിയായിരുന്നു. അപ്പം ഉണ്ണി ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ ജസ്റ്റ് പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഒന്ന് റെഡി ആയിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. അവിടെ കുറേ ഫുഡ് ഹോക്കർ സ്ട്രീറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ജസ്റ്റ് അവിടെ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ, വേറെ എങ്ങും നമ്മളിന്ന് പോകുന്നില്ല. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടെ നമ്മുടെ ചുറ്റുപാടും എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് പോയി നോക്കാം. ഇത് കണ്ടോ, ഇത് മിസ്റ്റർ കോക്കനട്ട്. ഇതാണെങ്കിൽ ഫുള്ളി കോക്കനട്ട് മിൽക്കിലാണ് ഇവർ ഈ ഷേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പം ഞങ്ങളിത് ഇവിടെ ഒരു ഹോക്കർ സ്ട്രീറ്റിൽ വന്നേക്കുക. ഇതിനകത്തിൽ ഫുള്ളിങ്ങനെ സ്ട്രീറ്റ് ഫുഡാണ്. കാണിച്ചു തരാം. ഉണ്ടോ, ഇങ്ങനെ സൗത്ത് ഏഷ്യൻ അങ്ങനെ പറഞ്ഞാൽ കുറേ സ്ട്രീറ്റ് ഫുഡുണ്ട് ഇവിടെ. ഇങ്ങനെ മിനി വാക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടുള്ള വഴികളാണ്. ഞാൻ ഈ തണുത്തത് കുടിച്ചിട്ട് നാക്ക് കുഴയുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ പോകുന്നത് ഒരു വെറൈറ്റിക്ക് സബ്വേയിലാണ്. നമ്മുടെ നാട്ടിലെക്കാട്ടിലും ഒത്തിരി ഡിഫറെൻ്റ് ആണ് പുറത്തുള്ള സബ്വേസിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇവിടുത്തെ സബ്വേയിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സീസർ സോസ് ഉണ്ട്, പിന്നെ ചിക്കൻ ബേക്കൺ ഉണ്ട്, ബീഫുണ്ട്. അതാണ് ഹൈലൈറ്റ്, ബീഫുണ്ട്. പിന്നെ ഇതുണ്ടോ, ഒരുപാട് ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ട്, നമ്മൾ കാണാത്ത കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഈ മഷ്റൂംസ് ഉണ്ട്. മഷ്റൂംസും ഭയങ്കര ഒരു ഡിഫറെൻറ്റ് സാധനമായിരുന്നു. പിന്നെ സോസിൽ വേറെ എന്താണ് കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു സോസിൽ. എനിക്ക് ഓർമ്മ പോലും കിട്ടുന്നില്ല. ഇതുണ്ടോ, ഞാനിപ്പം കുറേ മഷ്റൂംസൊക്കെ ആഡ് ചെയ്ത് ഒരു റാപ്പ് എടുത്തേ, സാൻഡ്വിച്ച് എടുത്തേ. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നുണ്ട്. ഇവിടെ ഒരാൾ തന്നെത്താനെ കളിക്കുക, ഊട്ടിക്കളിക്കുക. ഇവർ അല്ല, എന്ത് രസമല്ലേ. നമ്മുടെ എല്ലാം ആയിരിക്കണം ഓടിച്ചാടി എവിടെയെങ്കിലുമൊക്കെ പോയേന്. വേണ്ട, ഇങ്ങനെ ഒരുപാട് കടകളാണ്. ഇവിടെ വേറെ ഉള്ള മെനു ചെയ്താൽ ഒരു പ്രധാന കാര്യം കാണിച്ചു തരാം. ലേസ് ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലെ പോലത്തെ ലേസാണ്. ഇത് കണ്ടോ, സാധാരണ പൊട്ടേറ്റോ ചിപ്സ്, അതാണ് ഇവിടെ ലേസ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലേക്കാട്ടിലും ക്വാണ്ടിറ്റി കൂടുതലുണ്ടെന്ന് തോന്നുന്നില്ലേ. ഞങ്ങളപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വെറുതെ ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കേട്ടോ. ഈ ഹോളണ്ട് വില്ലേജിൽ അങ്ങനെ നമുക്കൊന്നും കാര്യമായിട്ട് ചെയ്യില്ല. ഫുഡ് കഴിക്കാനാണെങ്കിൽ നല്ലൊരു സ്ഥലമാണ്, അല്ലാണ്ട് നമുക്കങ്ങനെ കാര്യമായി ഒന്നും ചെയ്യാനില്ല അല്ലേ. ഒരുപാട് ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള വെരി നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മൾ ഇതാണ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഇതുവഴി വണ്ടികളൊന്നും ഈ സമയത്ത് വരില്ല. അപ്പോൾ നമുക്ക് നല്ല സുഖമാണ് ഇങ്ങനെ നടക്കാൻ വെറുതെ. ഇതൊരു കുറേ കൂടെ റെസിഡൻഷ്യൽ ഏരിയ. ഇത് നമ്മൾ ഇതുവരെ കണ്ട സ്ഥലങ്ങളല്ല, നമ്മുടെ നാട്ടിലുള്ള ചെടികളൊക്കെ തന്നെ അല്ലേ. ഇത് നന്ദിയാർവട്ടം അല്ലേ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കും കണ്ടായിരുന്നു വലിയ നന്ദിയാർവട്ടം. അതാണ് ഹോളണ്ട് വില്ലേജ്. പക്ഷേ ഇതൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഈ ഓവർ ബ്രിഡ്ജ് നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ളത് അത് ഭയങ്കര സൂപ്പറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സാധനം അത്. ലിഫ്റ്റുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട് ലിഫ്റ്റ്, പക്ഷെ ഭയങ്കര നീറ്റാണ്. നമുക്കത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് എടുത്ത് പോകും. നമ്മൾ മെയിൻ റോഡിലെത്തി. ഇല്ല, ക്രോസ് ചെയ്യണ്ട, ഈ സൈഡിൽ കൂടെ തന്നെ പോവാം നേരെ. ഞാൻ അതുവഴിയാ വന്നേ. കണ്ടോ, ഞങ്ങൾ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെത്തി. ഇതിപ്പോൾ കേരളത്തിലാണോ അതോ നമ്മൾ വേറെ വല്ല നാട്ടിലോ ആണോ എന്നൊരു സംശയം. ഇപ്പോൾ ഇത് കണ്ടോ നിൽക്കുന്നേ, നമ്മുടെ നന്ദിയാർവട്ടം തന്നെയല്ലേ ഇതിനെ പറയുന്നത്? അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അല്ല, പല സ്ഥലത്തുമേ പല പേരുകളാണ്, ചെടികൾക്കായാലും ഡിഷിനായാലും അങ്ങനെ എല്ലാത്തിനും കൊടുക്കുന്നത്.
പിന്നെ ഞങ്ങൾ പൊതുവേ ഈ അധികം ടൂറിസ്റ്റ് അല്ലാത്ത പ്ലേസുകളാണ് എക്സ്പ്ലോർ ചെയ്യാനും നോക്കുന്നത്. കാരണം ഈ ടൂറിസ്റ്റ് പ്ലേസുകൾ നമ്മൾ ഓൾറെഡി വീഡിയോകളിൽ കണ്ടു. അപ്പോൾ നമുക്ക് ആ ഒരു അങ്ങനെ പോകാൻ നമുക്ക് പിന്നെ ഒത്തിരി ക്രൗഡഡ് ആയിരിക്കും എന്നും പറഞ്ഞ് ഞങ്ങൾ മൊത്തമായിട്ടത് അവോയ്ഡ് ചെയ്യുന്നില്ല. ഇപ്പം നാളെ സെൻറ്റോസ പോകാമെന്നല്ലേ. നാളെ സെൻറ്റോസ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡേറ്റിന് പോകാമെന്ന് വിചാരിച്ചു. അവിടെ കുറേ നല്ല പ്ലേസസ് ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അതൊക്കെ പോയി അവിടുന്ന് ഇനി എന്ത് വേണം. ഇന്ന് ശരിക്കും ലിറ്റിൽ ഇന്ത്യ പോകാമെന്നായിരുന്നു പ്ലാൻ, പക്ഷെ പറ്റിയില്ല. അതുകൊണ്ട് അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ നമ്മൾ വീടെത്താറായി. വേറെ ഒന്നും ചെയ്യാനുമില്ല. ഇച്ചിരി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും ഈ ഓട്ടോ എനിക്ക് ഈ അതിരാവിലെ എണീറ്റുള്ള എൻ്റെ വർക്കും ഒക്കെ കൂടെ കാര്യം. ഞാൻ ഇവരുടെ ഷിഫ്റ്റിനാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും എനിക്ക് കുറച്ച് വർക്ക് പ്രഷർ കുറച്ച് കൂടുതലായതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ എന്തായാലും ഇനി നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. നാളെ നമുക്ക് കുറച്ച് അടിപൊളി സ്ഥലങ്ങളിൽ പോകാം. നാളെ തൊട്ട് ഞാൻ ലീവാണ്, അതുകൊണ്ട് നാളത്തെ വീഡിയോയിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.